ഓ എന്റെ പൊന്നോ, ഇന്നത്തെ ദിവസം മൊത്തം സന്തോഷിക്കേണ്ട ദിവസമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇതേ കടന്ന് എല്ലാം കഴിഞ്ഞപ്പോ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ചേച്ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി അങ്ങ് കൂവി അങ്ങ് നാറ്റിക്ക്. ആരാന്ന് മനസ്സിലായി കാണുമല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതി വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ വിളിച്ചു പറഞ്ഞല്ലോ. ധീരയായ വനിത, പേര് പോലും എടുത്ത് പറയാതെ അവൾ പണി കൊടുത്ത് ഒരുത്തിയാണ്. എന്നിട്ട് എല്ലായിടത്തും ചെന്ന് കമന്റ് ഇടും. എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന്. ഇവള് അവിടെയും നില്ല ഇവിടെയും നില്ല, ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു ലേഡി, റിനി ആൻഡ് ജോർജ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ. പിന്നെ ഏറ്റവും കൂടുതൽ അടുപ്പം വി ഡി സതീശനാണ്, അങ്കിളാണ്, മാമനാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര സോപ്പിടയിലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അന്നത്തെ വിഷയത്തില് ഇവളാണ് ഈ പറയുന്ന വി ഡി സതീശന്റെ അടുത്ത് കുറെ കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാക്കി പറയുകയൊക്കെ ചെയ്തത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച്. അവസാനം അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് വരെ മാറ്റേണ്ട അവസ്ഥ വന്നു. ഇന്ന് അവിടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ജനങ്ങൾ ഇവിടെ കൂവി വിളിക്കണം. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം അടിച്ചു പോയിട്ടുണ്ട്, എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ഈ പെണ്ണിന്റെ അടുത്ത് കളഞ്ഞിട്ടുണ്ട്. സിനിമയിൽ പോലും ഇപ്പോൾ ഒരു ചാൻസും കാര്യങ്ങളും ഇല്ല. ഇപ്പൊ അവർക്ക് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തു പോലും ഇറങ്ങാൻ ഇതിന്റെ അവസ്ഥ കാണും നിങ്ങൾക്ക്. ഇതിൽ കൂടുതൽ എന്ത് അപമാനമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. പിന്നെ അതുപോലെ തന്നെ വി ഡി സതീശന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും സ്കിപ്പ് ചെയ്യരുത്. മൊത്തം ഈ വീഡിയോ കാണണം, മൊത്തം ഈ വീഡിയോ കണ്ടേ പറ്റത്തുള്ളൂ. ആലപ്പുഴയിൽ ഒരു പയ്യനെ അടിച്ച്, നമ്മുടെ എ ഡി തോമസിനെ അടിച്ച്, ഇപ്പോഴത്തെ MLA ആണ് കേട്ടോ. 2023 പുള്ളി അടിച്ചതിന്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വി ഡി സതീശൻ പറയുന്നുണ്ട്. അതിൽ പുള്ളി കയറി ഇങ്ങോട്ട് ഇരുന്നില്ല, എഴുതി വെച്ച് എന്താ പറയണ്ട, പണിയാന്ന് പറയത്തില്ലേ, പണി കൊടുത്താൽ കൊല്ലത്തും കിട്ടാന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഇരുന്ന് പുള്ളി പണിഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണം, മൊത്തം കാണണം. പിന്നെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ് ചെയ്യുക. ആരും സബ് ചെയ്യുന്നില്ല, ഇപ്പോൾ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ആരും സബ് ചെയ്യാത്ത. എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. വിജയിച്ചു എന്ന് തെളിയിക്കപ്പെട്ട ദിവസമാണ്. ആ സമരങ്ങൾക്കൊക്കെ വലിയ പിന്തുണ നൽകിയ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന വ്യക്തി. പ്രതിപക്ഷം അത് പറയുന്ന വി ഡി സതീശനെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ആരും സ്കിപ്പ് ചെയ്യല്ല, ഇത് മൊത്തം ഇരുന്ന് നിങ്ങളത് കാണണം. ഇതിപ്പോ ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ സുഹൃത്താണ് എ ഡി തോമസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ അന്നത്തെ പരിപാടിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെയും വിളിച്ചതാ. അവരെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ വിളിച്ചതാണ്, പക്ഷെ പോയില്ല ഞാൻ. അപ്പോഴാണ് ഈ പറയുന്ന ഗൺമാൻ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, അതായത് പിണറായി വിജയന്റെ ഗൺമാൻ വന്നിട്ട് എ ഡി തോമസിനെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എ ഡി ഇലക്ഷനിൽ നിന്ന് ജയിച്ച് ഇപ്പൊ അവര് നടപടി എടുക്കാൻ തുടങ്ങി, അടിച്ച് അവന് വേണ്ടി. ഇപ്പൊ കണ്ടോ എന്റെ പൊന്നു മുഖ്യമന്ത്രി. 5/12/2023 ഈ നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നതാണ്. അതില് ഇല്ലേ, നമ്മളതിന്റെ രാഷ്ട്രീയ പ്രതികാരത്തിലൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവര് പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വീഡിയോ ഹാജരാക്കിയപ്പോ കോടതിക്ക് അത് ബോധ്യമായി. അല്ല, മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എന്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പൊ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ നടത്തണ്ടേ? നിയമപരമായതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. അടിപൊളി. അത് കേരള മുഖ്യമന്ത്രി കേട്ടോ പറയുന്നേ. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനാണ് അത് പറയുന്നത്. അനുസരിച്ചേ പറ്റൂ. എന്തായാലും മറ്റവർ പറയുന്നതുകൊണ്ട് നമ്മൾ വെല്ലുവിളിച്ച് സംസാരിക്കുന്നൊന്നുമല്ല. കാരണം പാർട്ടിയുടെ ഹോൾഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയാസം ഈ കഴിഞ്ഞ 10 വർഷം നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് അന്ന് അവനെ കിട്ടിയതിന്റെ ഒരു സാമ്പിൾ ഞാൻ വെച്ച് തരാം. ഇന്നത്തെ MLA ആണ്, നിങ്ങൾ കാണണം. 2 വർഷം മുമ്പ് അവനോട് ചെയ്ത ദ്രോഹം കണ്ടോ? അവൻ അടി കണ്ടോ? ആ പാവത്തിനെ എടുത്തിട്ട് അടിച്ച അടി ഇന്ന് കണ്ടോ അവന്റെ ലെവൽ ഏതാണെന്ന് നോക്ക്. ഇതാണ് എ ഡി തോമസ്.
ഓക്കെ, ഇനി ഫസ്റ്റ് ടൈം എ ഡി തോമസിനെ പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ ജ്യേഷ്ഠതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അഡ്വക്കേറ്റ് ബിനു ബാബുക്കുട്ടൻ എന്ന് പറയും. എന്നെക്കാൾ 6 മാസത്തെ മൂപ്പേ ഉള്ളെങ്കിലും ഞാൻ ചേട്ടാന്നാണ് പുള്ളിയെ വിളിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെ, ഭയങ്കര സപ്പോർട്ടാണ്. പുള്ളിയാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഈ പറഞ്ഞ എ ഡി തോമസിനെ പരിചയപ്പെട്ടവർ തന്നെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എ ഡി ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട്, മീൻസ് മെസ്സേജ് അയക്കാറുണ്ട്. വരത്തില്ലേ എന്നൊക്കെ ചോദിച്ചൊക്കെ മെസ്സേജും കാര്യമൊക്കെ ഇടാറുണ്ട്. എനിക്ക് സത്യം പറയാലോ, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഭയങ്കര 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 സന്തോഷം. നിങ്ങളിത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. പരമാവധി ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് അയച്ചോളൂ. ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഷെയർ ചെയ്തേക്കണേ, മൊത്തം ഷെയർ ചെയ്ത് തരും. ഞാൻ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം, സത്യം പറയണം, ഭയങ്കര സന്തോഷം. ഓക്കെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലോട്ടൊക്കെ ഒന്ന് പോകാം. ഓക്കെ, രാഹുലിന്റെ സംസാരവും കാര്യങ്ങളൊക്കെ. ഇന്ന് രാഹുൽ ആ പുറകെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം മുന്നേ ഇരിക്കേണ്ട ഒരു മന്ത്രി ആവേണ്ട ഒരാളാണ്, ഇന്ന് മന്ത്രിയുടെ ആവേണ്ട ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടം. പക്ഷെ എന്ത് ചെയ്യാനാ, ആദ്യം കണ്ട അവളുണ്ടല്ലോ റിനി എന്ന് പറയുന്ന അവള് ഡാഷ് മോൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കണ്ടോ, ജനങ്ങൾ അവളെ വിലയിരുത്തുന്ന രീതി ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് വെച്ച് തരാം. കണ്ടില്ലേ, ഓരോരുത്തർ കൂവി വിളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? പക്ഷെ അന്നത്തെ അഹങ്കാരവും കാര്യങ്ങളും ഒക്കെ, ഈ പെണ്ണുങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കാനാണെങ്കിൽ ചേച്ചി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രാഹുലിന്റെ പേര് വിളിച്ചു പറയണമായിരുന്നു. രാഹുലിന്റെ പേര് പറയാതെ ഇരുന്നങ്ങോട്ട് ചേച്ചി പണി മേടിക്കാതെ, എന്നിട്ട് ഈ ഇടയിൽ കൂടെ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിലൊക്കെ തന്നെ രഹസ്യമായിട്ട് അവരെ വിളിക്കുക, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇവള് അങ്ങനെ. ഓക്കെ, ഇനി അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടൻ ഇന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. തിരുവനന്തപുരം വരെ ചെടിച്ചട്ടി കൊണ്ട് അടികൊണ്ടവരും ഹെൽമെറ്റ് കൊണ്ട് അടികൊണ്ടവരും അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. അവരുടെ സമരങ്ങൾ, ആ സമരങ്ങൾ കൂടി വിജയിച്ചു എന്ന് തെളിയിക്കപ്പെട്ട ദിവസമാണ്. ആ സമരങ്ങൾക്കൊക്കെ വലിയ പിന്തുണ നൽകിയ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന വ്യക്തി വനവാസം കൽപ്പിക്കപ്പെട്ടയാൾക്ക് അഭിഷേകം കിട്ടുമ്പോൾ സ്വാഭാവികമായി വലിയ സന്തോഷമാണ്. വ്യക്തിപരമായി കുറേയേറെ, അതായത് നമുക്ക് എന്തൊക്കെ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ, ആ സന്തോഷം തന്നെ ജനീഷ് വരുമ്പോണ്ട്. കാരണം ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം പിന്തുണ വന്ന സഹപ്രവർത്തകനാണ് ഞാൻ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ, അത് ജനീഷിന്റെ പലവണ്ണം പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഞാൻ ഒഴിയുന്നതിനെ പറ്റിയും ജനീഷെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നതിനെ പറ്റിയും ഒക്കെ ആലോചിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. സഹപ്രവർത്തകർ ഞാനിങ്ങും പോയിട്ടില്ലല്ലോ. അല്ല, നമ്മുടെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്തൊന്ന് പ്രവർത്തിക്കുന്നതോ MLA ആയി പ്രവർത്തിക്കുന്നതോ MP പ്രവർത്തിക്കുകയല്ല. രാഷ്ട്രീയ പ്രവർത്തനം പറയുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം തുടരുന്നതിന് നമ്മൾ മുൻനിര പിൻനിര എന്നൊന്നുമില്ല. നമ്മൾ എല്ലാ ദിവസവും മുൻപ് എങ്ങനെയാണ് രാഷ്ട്രീയം പറയുന്നത് അതുപോലെ തന്നെയാണ് എപ്പോഴും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയും പറയുന്നത്. അതിന് എന്തെങ്കിലും ഒരു അഫിലിയേഷന്റെ ആവശ്യമുണ്ട് എന്ന് അഫിലിയേഷൻ ഉള്ള ഓക്കെ, രാഹുലിന്റെ മറുപടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. പിന്നെ ഒരു 5-6 ദിവസം മുമ്പ് നമ്മുടെ ശ്രീനാദേവി കുഞ്ഞമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു കൂടെ ഒരു ക്ലിപ്പ് ചെയ്യാന്ന് വെച്ച് തരാം. നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് നിങ്ങൾ സ്വീകരിച്ച വഴികളും മാർഗങ്ങളും എല്ലാം തെറ്റായിരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ അടുത്ത സമയത്ത് തന്നെ, ഒരു ഓഗസ്റ്റ് ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്ത ഒരു വിഷയത്തിന് ഡിസംബറിലും നെക്സ്റ്റ് ഏപ്രിലുമായിട്ട് മറുപടി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എടുത്ത നിലപാടുകളുടെ തെറ്റെത്രത്തോളം വലുതായിരുന്നെന്ന് ഇടതുപക്ഷം ബോധ്യപ്പെടും എന്ന് തന്നെ. ഓക്കെ, ഇനി നമ്മുടെ മുഖ്യമന്ത്രി അതായത് VD സതീശൻ, അദ്ദേഹത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് രാഹുലിന്റെ കേസ് കേട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അന്ന് ആ കുറ്റം പറഞ്ഞ ആൾക്കാർ പോലും പുള്ളിയെ ഏറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇന്ന് ഈ കേരളത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒറ്റ ഒരാൾ കാരണമാണ് നിൽക്കുന്നത്. പിന്നെ ഇന്ന് ആശാ വർക്കർക്ക് 3000 രൂപ കൂട്ടി അടുത്ത മാസം 15-ാം തീയതി ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ പോകാം. പിന്നെ അംഗനവാടി ടീച്ചർമാർക്ക് 1000, അങ്ങനെ പിന്നെ ഈ ജോലി ചെയ്യുന്ന പാചകത്തിന്റെ അതിന് 1000 രൂപ വെച്ച് കൂട്ടുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇനി വണ്ടിപ്രാന്തന്മാർക്കുണ്ട്, അവന്മാരുടെയും കാര്യങ്ങൾ ഉടനെ അങ്ങ് സെറ്റ് ചെയ്യും. കുറെ മാറാൻ, എന്താ പറയാ, വാക്കുകൾ കിട്ടുന്നില്ല, കുറെ മാറണമായിരുന്നു ഇവിടെ. അതിപ്പോൾ മാറും, എൻ്റെ മനസ്സ് പറയുന്നുണ്ട് മാറും, ഉറപ്പാണ്. പിന്നെ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. പിന്നെ എതിർ പാർട്ടിക്കാരൻ നല്ല രീതി PR തുടങ്ങിയിട്ടുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഓരോരോ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പരിപാടി അതിപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്.
സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അവസരം കൊടുക്കണം. കാണുന്ന ജനങ്ങളോടാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ എത്ര കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന പോർഷൻ എത്ര പേര് കാണുമെന്നും എനിക്കറിയത്തില്ല. ചില ആൾക്കാർ ബാധിക്കിട്ട് പോകാം, അത് ഓരോരുത്തരുടെ. ഇത് കാണുന്നവരോട് എനിക്ക് ഒന്നാ പറയാം, അദ്ദേഹത്തിന് ഒരു അവസരം നമ്മൾ കൊടുക്കണം. കാരണം കോടിക്കണക്കിന് രൂപ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കടം പിടിച്ച് കിടക്കുക, കോടിക്കണക്കിന്. അത് കുറച്ചെങ്കിലും വീട്ടണം, പിന്നെ നമ്മുടെ കാര്യം നോക്കണം. അപ്പം എങ്ങനെ സമയം കൊടുക്കുക. 10 വർഷത്തെ കണക്കാണ് അവിടെ മുടിപ്പിച്ച് കൂട്ടി വെച്ചിരിക്കുന്നത്, 10 വർഷത്തെ. അപ്പം അതൊക്കെ ഒന്ന് നികത്തി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ജനങ്ങൾ കുറേയൊക്കെ ക്ഷമിച്ച് ആ വ്യക്തിക്ക് സപ്പോർട്ട് കൊടുക്കാൻ നോക്കുക. അത് ആരായാലും ശരി, ഇപ്പോൾ VD സതീശനായാലും ശരി, ഇപ്പോൾ BJP ആരെങ്കിലും ആണെങ്കിലും ശരി, അവർക്ക് അവസരം കൊടുക്കണം. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. കാരണം 10 വർഷം ഈ നാറികൾ ഭരിച്ച് മുടിപ്പിച്ചിരിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കാത്തവർ ഇപ്പോഴെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കുക, എന്നിട്ട് ഷെയർ ചെയ്തോ. പിന്നെ സബ് ചെയ്യാത്തവർ ഇപ്പോഴെങ്കിലും ഒന്ന് സബ് ചെയ്യുക. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ കൂടെ അടിക്കുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങൾ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ഇന്നത്തെ ദിവസം ഇവിടെ ഇന്ന് കൂവി വിളിക്കുമ്പോൾ വേണ്ട ഒരു മനസ്സുഖം. പിന്നെ അവിടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ ലൈഫ് ഓഫ് ജോസിറ്റൊക്കെ അത് ചിന്തിച്ച് നോക്കിയാൽ അയ്യോ കഷ്ടം തോന്നുമായിരിക്കാം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നില്ല ഈ ഒരു കാര്യത്തിൽ. കാരണം അവളെ കുറച്ച് അനുഭവിക്കട്ടെ. ബൈ, ലവ് യു ഓൾ. എനിക്കൊരു സന്തോഷമുള്ള ദിവസം ഇന്ന്.